ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മറ്റൊരു ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്കറിയാം. ടർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ ചൈന പാകിസ്ഥാൻ റിലേഷൻ പോലെ തന്നെ ഏകദേശം വളരെ ശക്തി ആർജിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ തുർക്കിയുടെ പാക് സ്നേഹത്തിന്, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ പാകിസ്ഥാന് തീർച്ചയായിട്ടും മിലിറ്ററി ആയുധങ്ങൾ തുർക്കിയിൽ നിന്നും ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. അതൊരു കാര്യം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവിടെ നിൽക്കട്ടെ. കാരണം പാകിസ്ഥാനിൽ നിന്നും തുർക്കിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷേ തുർക്കി പാകിസ്ഥാനേക്കാളിലും അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ടും മിലിറ്ററി, പിന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ മേഖലകളിൽ ടർക്കിയും ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഡ്രോൺ, അതുപോലുള്ള മിസൈലുകൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിലും ടർക്കിയും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള ഒരു രാജ്യം തന്നെയാണ് ടർക്കി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ടർക്കിയിൽ നിന്നും പാകിസ്ഥാന് കിട്ടുന്ന സഹായങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പഹൽഗാം ആക്രമണത്തിൻ്റെ വെളിച്ചത്തിൽ പാകിസ്ഥാൻ നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻസ്, അപ്പോൾ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സഹായിച്ച രണ്ട് രാജ്യങ്ങൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് തെളിവായിട്ട് നമുക്ക് ലഭിച്ചത് ചൈനയും ടർക്കിയാണ്. അപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാനെ കൂടുതൽ ടർക്കി പിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കൈവിടാതെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുള്ള മറുപടിയായിട്ട് ഇന്ത്യക്ക്, കാരണം നമുക്കത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം നമ്മളുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ആ രാജ്യത്തിനെതിരെ നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ജിയോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇപ്പോൾ ടർക്കി നമ്മളുടെ പാകിസ്ഥാനിൽ മാത്രമല്ല, നമ്മളുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ മാത്രമല്ല, മറ്റ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല അയൽരാജ്യങ്ങളിലും ടർക്കിയുടെ സാന്നിധ്യം വളരെ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ഇസ്ലാമിക് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഈ പറഞ്ഞ അയൽരാജ്യങ്ങളിൽ ടർക്കിയുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ മാത്രമല്ല അവരുടെ ഇടപെടലുകൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിന് ട്രഡീഷണലി സൗദിയാണ് ഇസ്ലാമിക് നേഷൻസിൻ്റെ ലീഡറായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും സൗദി തന്നെയാണ്. കാരണം സൗദിയിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മക്കയിലും മദീനയിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങൾ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് സൗദിക്ക് ഒരു ലീഡർഷിപ്പുണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സുന്നി വിഭാഗക്കാരുടെ ഇടയിൽ. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ചലഞ്ച് ചെയ്യാൻ വേണ്ടി ടർക്കി ഈ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് എർഡോഗൻ വന്നതിന് ശേഷം ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരികയും, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയും ഖത്തർ ഒരു സൈഡിൽ, സൗദി, UAE ഇതുപോലുള്ള രാജ്യങ്ങൾ മറ്റു സൈഡിൽ, അപ്പോൾ രണ്ട് ആക്സിസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നതാണ്, അച്ചുതണ്ടായിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ കോൾഡ് വാർ നടക്കുന്നുണ്ട് ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ടർക്കി ശ്രമിക്കുന്നത് മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനെ പോലെ, ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ടർക്കിയുടെ ലീഡർഷിപ്പ് നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക് ആക്സിസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടർക്കിയുടെ ലക്ഷ്യം. മറുഭാഗത്ത് സൗദി അറേബ്യയും UAE ഒക്കെ തന്നെയുള്ള ഒരു കോമ്പിനേഷൻ. ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് അങ്ങോട്ടേക്ക് രാജ്യങ്ങൾ തമ്മിൽ ബയലാറ്ററലായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണും ചിലപ്പോൾ. കാരണം UAEയും സൗദിയും തമ്മിൽ അവരുടെ ഒരു പൊതുശത്രു അല്ലെങ്കിൽ ഒരു കോമൺ എനിമിയെ നേരിടേണ്ടി വരുമ്പോൾ അവർ ഒരു ആക്സിസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പൊതുവെ ഇപ്പോൾ ടർക്കിക്കെതിരെ സൗദിയും UAE ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ടർക്കി, ഖത്തർ ഇതുപോലൊരു ആക്സിസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിർത്താൻ വേണ്ടി അവർ പാകിസ്ഥാനെ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയൊക്കെ ഇതുപോലുള്ള ഈ പിച്ചക്കാശ് കൊടുത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങൾ നൽകിയൊക്കെ തന്നെ പാകിസ്ഥാനെ കൂടെ നിർത്തുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ടർക്കിക്ക് അനുകൂലമായിട്ടുള്ള രാജ്യമാണ് ഖത്തർ. നമുക്കറിയാം, ഇന്ന് ഖത്തറിൻ്റെ റോള് നമുക്കറിയാം. പ്രത്യേകിച്ച് ടെറർ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതിൽ
ടർക്കിയും വളരെ മുൻപന്തിയിലാണ്. മറ്റ് പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി, ഇതൊക്കെ തന്നെ US-ൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളായതുകൊണ്ട് ഒരു US ആക്സിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. സൗദി US ആക്സിസ്, അതിനകത്ത് UAE ഉണ്ട് തീർച്ചയായിട്ടും തന്നെ. ഇറാൻ പിന്നെ വേറൊരു സൈഡിൽ മറ്റൊരു അധിപനായിട്ട്, അല്ലെങ്കിൽ അവർ ഷിയ വിഭാഗത്തിൻ്റെ ലീഡർഷിപ്പ് വേണ്ടി ഇറാൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. കാരണം ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇറാനാണ് ഏറ്റവും മെച്ചപ്പെട്ട രാജ്യം, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൗദിയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി ഇറാൻ തമ്മിൽ നമുക്കറിയാം പരസ്പരം പോരാണ്, കോൾഡ് വാറാണ്. ഇടയ്ക്കിടയ്ക്ക് ഹോട്ട് വാർ ഉണ്ടാകാറുണ്ട് ചെറിയ തോതിലെങ്കിലും. അപ്പോൾ സൗദി ഇറാനെ ഒരു ഭാഗത്തും ടർക്കി ഒരു ഭാഗത്തും കാര്യമായിട്ട് അടുപ്പിക്കാതെ, എന്നാൽ സൗദി ഇറാൻ തമ്മിൽ ഈ അടുത്ത സമയത്ത് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ ഓർക്കുക. സൗദിയുടെ പഴയ നയങ്ങളൊക്കെ അവർ മാറ്റിയില്ല. കാരണം നേരത്തെ സൗദിയാണല്ലോ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം, ജിഹാദി ഓപ്പറേഷൻസിൻ്റെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സ്, ഫണ്ടിങ്ങും ബാക്കിയുള്ള ഇൻ്റലിജൻസും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് സൗദി അറേബ്യയായിരുന്നു. പ്രത്യേകിച്ച് കോൾഡ് വാർ ടൈമിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഒരു സൗദി ഭരണാധികാരി വരുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള കാലഘട്ടത്തിലെങ്കിലും സൗദി തീവ്രവാദത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി ആയിരുന്നു അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഗ്ലോബൽ ക്യാപിറ്റലും ഒക്കെ ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ നയങ്ങൾ മാറിയിട്ടുണ്ട്. പുതിയ ഭരണാധികാരി വന്നതിന് ശേഷം സൗദിയെ കൂടുതൽ വികസിതമായിട്ടുള്ളൊരു രാജ്യമാക്കി മാറ്റുക, കൂടുതൽ മോഡേണായിട്ടുള്ളൊരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളൊരു വിഷനോടുകൂടിയാണ് പുതിയ ഭരണാധികാരി ഇപ്പോൾ ഭരണം നടത്തുന്നത്. അപ്പോൾ തീവ്രവാദത്തിനെതിരെ സൗദി ഇപ്പോൾ വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താണ് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ടർക്കിക്ക്, ഇത്രയും ദൂരെ കിടക്കുന്ന ടർക്കിക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടർക്കി ഒരു ഗ്ലോബൽ പിന്നെ സൂപ്പർ പവറൊന്നും, ഇപ്പോൾ അമേരിക്കയോ റഷ്യയോ അല്ലെങ്കിൽ ഈവൻ ചൈനയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ അവരെ ഗ്ലോബലി പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അവരുടെ ഫുട് പ്രിൻറ്റ്സ് അല്ലെങ്കിൽ അവർ ലോകത്തെല്ലാം അവരുടെ സ്വാധീനം പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം അവർ പല രാജ്യങ്ങളിലും ഇടപെടുന്നുണ്ടെന്ന് നോക്കണം. പക്ഷേ ടർക്കിക്ക് എന്താണ് കാര്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രത്യേകിച്ച് അവരുടെ ഇടപെടലുകൾ, സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാത്രമല്ല, പിന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് അധികാര ഭ്രഷ്ടയാക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിലും ടർക്കി അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇതെല്ലാം ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ടാണ് അല്ലേ. പ്രത്യേകിച്ച് ജിഹാദി ഓപ്പറേഷൻസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനുള്ള ഫണ്ടിങ് കൊടുക്കുക, ആംസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഇൻ്റലിജൻസ് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ടർക്കിയുടെയൊക്കെ തന്നെ ഖത്തറിൻ്റെയൊക്കെ തന്നെ ഇപ്പോഴത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പാകിസ്ഥാൻ പോലെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട്, കാരണം ഈ രാജ്യങ്ങളൊക്കെ ഡീസ്റ്റെബിലൈസ് ആയിട്ട് നിന്നാൽ മാത്രമേ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്തിടയ്ക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ആസാം, മണിപ്പൂർ, മേഘാലയ ഇതുപോലുള്ള 7 സിസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിയിട്ട് ഭൂപടം അവർ ധാക്കയിലും ചിറ്റഗോങ്ങിലും ഒക്കെ പ്രചരിച്ചിരുന്നു. കാരണം അതൊക്കെ എന്താണ് ഒരു ഇൻഫർമേഷൻ വാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, കാരണം എപ്പോഴും യൂണിവേഴ്സിറ്റികളിലും യുവജനങ്ങളിലും ഒക്കെയാണല്ലോ ഇതിൻ്റെയൊക്കെ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ വിരുദ്ധത, അതുപോലെ തന്നെ ഈ റാഡിക്കലിസം എന്താണ് പറയുന്നത്, റാഡിക്കൽ ജിഹാദി ഐഡിയോളജീസ്, ഇതൊക്കെ ഈ യുവജനങ്ങളിലും അല്ലെങ്കിൽ യുവതലമുറയിലൊക്കെ കുത്തിവെക്കുവാനും ടർക്കി ആശ്രമമായിട്ടുള്ള NGOs ഒത്തിരി ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണം മുന്നിൽ വന്നിട്ടുണ്ട്. അത് ആരോപണമല്ല, ശരിക്കും പറഞ്ഞാൽ അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം ഭരണത്തിൽ വന്നതോടുകൂടി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ബംഗ്ലാദേശിനെ അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു വിഷയം കൂടാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു വിഷയമാണത്, അല്ലേ.
പാകിസ്ഥാനായാലും ശരി ബംഗ്ലാദേശ് ആയാലും ശരി നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആ, നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നമ്മുടെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിന് ഇതിനകത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. സൗദിയും UAE ഒക്കെ തന്നെ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ആദ്യം പെട്ടെന്ന് തന്നെ പ്രതികരണമായി വന്ന സൗദി അറേബ്യയാണ്. പഴയതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ പഴയതുപോലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. ബന്ധമുണ്ട്, എന്നാൽ തന്നെയും പഴയതിൻ്റെ അത്രയും ശക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധം. പണ്ട് സൗദി അറേബ്യ പാകിസ്ഥാനൊപ്പമായിരുന്നല്ലോ, കാരണം ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OICയിലും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള സാന്നിധ്യം പാകിസ്ഥാനോടൊപ്പം തന്നെ സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയായിട്ടും US-ഉം സൗദിയും തമ്മിൽ പണ്ട് മുതലേ അവർ അലൈസാണ് ശരിക്കും പറഞ്ഞാൽ. അവർ തമ്മിൽ അതിൻ്റെ ഉള്ള കരാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ അമേരിക്കയുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഇപ്പോൾ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സൗദിയും US-ഉം തമ്മിലുള്ള ബന്ധങ്ങൾ ഹിസ്റ്റോറിക്കലി വളരെ സ്ട്രോങ് ആണ്. പാകിസ്ഥാനായിട്ട് പണ്ട് സൗദി കോൾഡ് വാർ സമയത്ത് പ്രത്യേകിച്ച് ശീതകാല സമരത്ത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. കാരണം അന്ന് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഉള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. കാരണം റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ പിന്നെ കമ്മ്യൂണിസത്തെ എതിർക്കുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ടൂളായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൾഡ് വാറിന് ശേഷം ഏകദേശം 90കളിന് ശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒത്തിരി വിള്ളലുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾക്കും ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗദി ഇപ്പം മറ്റേ ഒരു വ്യത്യസ്തമായിട്ടുള്ള വികസനത്തിൻ്റെയും മോഡേണൈസേഷൻ്റെയും ആ രാജ്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു പാതയിലാണ്. അപ്പോൾ അവരിപ്പോൾ പഴയ പോലെ തീവ്രവാദ ജിഹാദി അല്ലെങ്കിൽ മിലിറ്റൻസിയുടെ ഒരു ഹെഡ് ക്വാർട്ടറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, പ്രത്യേകിച്ച് പുതിയ ഭരണാധികാരി അധികാരത്തിൽ വന്നതിന് ശേഷം. മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി പാകിസ്ഥാനോട് പഴയ പോലെ സൗദിക്കുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. നേരത്തെയൊക്കെ സൗദിയിൽ നിന്ന് ഇഷ്ടം പോലെ സഹായങ്ങൾ പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴതിനൊക്കെ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. അതിൽ UAE പാകിസ്ഥാനെ നേരത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിരുന്നു. ഇപ്പോഴാണ് അതിലൊക്കെ UAEയുടെയും സൗദിയുടെയൊക്കെ നിലപാടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ പഴയ പോലെ ഒന്നും ഈ രാജ്യങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്കാണ് ആ ഒരു ടർക്കി കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് വിസ നൽകാൻ പോലും ഈ പറഞ്ഞ രാജ്യങ്ങൾ അവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് UAE അല്ലെങ്കിൽ സൗദിയൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രത പുലർത്തുന്നത്. സൗദിയും UAEയുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുതൽ ശക്തമാക്കുന്നതോടുകൂടി അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ടർക്കിയുടെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം എപ്പോഴും നമ്മൾ പണിയെടുക്കുന്നത് എങ്ങനെയാണ് ജിയോ പൊളിറ്റിക്കലി. ഇപ്പോൾ ടർക്കിയുമായിട്ട് പ്രശ്നമുള്ള രാജ്യങ്ങളാണ് സൗദിയും പ്രത്യേകിച്ച് ഇറാനും. അവരൊന്നും അത്ര, കാരണം ഇവരെല്ലാം പിന്നെ എന്താണ് പറയുന്നത് ലീഡർഷിപ്പ് പവർഫുൾ പൊസിഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ പ്രത്യക്ഷമായിട്ട് ഹോട്ട് വാർ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും മറ്റ് പല രീതിയിലുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോൾഡ് വാർ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ടർക്കി നമ്മളുടെ രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന പാകിസ്ഥാനെ ബംഗ്ലാദേശിനെ അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടർക്കിക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന എതിരെ നിൽക്കുന്ന സൗദി UAE അല്ലെങ്കിൽ ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര തലങ്ങളിൽ വേദികളിൽ ടർക്കിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ന്യൂനപക്ഷ ധ്വംസനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടി അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ, കാരണം നമുക്ക് ഡയറക്റ്റായിട്ടൊരു ഫൈറ്റിന് പോകാൻ പറ്റത്തില്ല ടർക്കിയുമായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെയുള്ള പ്രഷർ ടർക്കിയുടെ മുകളിൽ നമുക്ക് ചെലുത്താൻ സാധിക്കും. ഇപ്പോൾ ടർക്കി അസർബൈജാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇന്ത്യ അർമീനിയയെ ഹെൽപ്പ് ചെയ്യാം. കാരണം അസർബൈജാനും അർമീനിയയും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള
എന്താണ് പറയുന്നത്, ശത്രുതയുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാനും ടർക്കിയൊക്കെ അസർബൈജാനൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യ മറുപക്ഷത്ത് നിൽക്കുന്ന അർമേനിയയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രീസ് ഇതുപോലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ആയുധങ്ങൾ ശക്തമായിട്ട് നൽകുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു നയം രൂപീകരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്കിപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെതിരെ നമുക്ക് ചില കടുത്ത നടപടികൾ എടുക്കുന്ന പോലെ മറ്റു രാജ്യങ്ങൾക്കെതിരെ നമുക്ക് കടുത്ത നടപടികൾ എടുക്കാൻ സാധിക്കത്തില്ല. കാരണം അത് സാധ്യമല്ല നമുക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്താരാഷ്ട്ര വേദികളിൽ, അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് മറ്റു രാജ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെ എങ്ങനെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ സമ്മർദ്ദം ചെലുത്താനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. സ്വതവേ ദുർബലമായ തുർക്കിക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ താങ്ങാൻ സാധിക്കത്തില്ല. കാരണം ടർക്കി ആഭ്യന്തരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നാറ്റോയിലെ അംഗമാണ് ടർക്കി എങ്കിൽ തന്നെയും അമേരിക്കയും ടർക്കിയും തമ്മിൽ അത്ര സുഖകരമായിട്ടുള്ള ബന്ധമല്ല അടുത്ത കാലത്ത്. അപ്പോൾ അങ്ങനെ, കാരണം ടർക്കിയുടെ എർദോഗാൻ സ്വതന്ത്രമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ വെറുപ്പിച്ചുകൊണ്ടാണ് ടർക്കി അല്ലെങ്കിൽ എർദോഗാൻ ഈ ഒരു ഈ ഒരു ശ്രമം നടത്തുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ടർക്കി അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഈവൻ ഇറാനും ഒന്നും തന്നെ ടർക്കിയെ അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ടർക്കിയെ ദുർബലപ്പെടുത്താൻ സാധിക്കുന്ന തലങ്ങളിലും മേഖലകളിലുമൊക്കെ തന്നെ അത് നമ്മൾ ശക്തമായിട്ട് പ്രയോഗിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ടുള്ള ഹോട്ട് വാർ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടർക്കിയോട് പറയാൻ സാധിക്കത്തില്ല പാകിസ്ഥാനെ സഹായിക്കരുതെന്നോ ബംഗ്ലാദേശിനെ സഹായിക്കരുതെന്നോ. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടർക്കി ഏത് കാർഡാണോ നമുക്കെതിരെ പ്ലേ ചെയ്യുന്നത് അതിലും ശക്തമായിട്ടുള്ള കാർഡ് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ടർക്കിയെ പ്രതിരോധത്തിലാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ടർക്കിയിൽ വളരെ ശക്തമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എർദോഗാന്റെ ഭരണം അത്ര സുസ്ഥിരവും സ്റ്റേബിളുമല്ല. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ടർക്കി വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഫലപ്രദമായിട്ട് ഇന്ത്യക്ക് ചൂഷണം ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ടർക്കിയുടെ ഈ പറഞ്ഞ ഇന്ത്യാവിരുദ്ധ നിലപാട്, പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യാവിരുദ്ധ നിലപാടിനെ നമുക്ക് ഒരു പരിധിവരെ തടയിടുവാനും പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ഇല്ലാതാക്കുവാനും സാധിക്കും എന്നുള്ളത് നമ്മളുടെ രാജ്യം കാലാകാലങ്ങളായി അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് നമ്മൾ എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും അത് ഫലവത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടർക്കിയെ നമുക്ക് നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇനിയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ സമാധാനത്തിൽ പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട. പാകിസ്ഥാൻ നമുക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇനിയും നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള എന്താണ് പറയുക മിലിറ്ററി അപ്രോച്ചസ് വേണ്ടി വരും. അപ്പോൾ പാകിസ്ഥാനെ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധവുമായി ടർക്കി രംഗത്ത് വന്നു കഴിഞ്ഞാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ആശ്രയിക്കാൻ മറ്റു രാജ്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ആയുധങ്ങൾക്ക് വേണ്ടി. ചൈനയും ടർക്കിയൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓൾറെഡി ടർക്കി പാകിസ്ഥാന് വേണ്ട ആയുധങ്ങൾ അതിൻ്റെ എന്താണ് പറയുന്നത് കൊടുത്തു കഴിഞ്ഞ് അവരെ കൂടുതൽ ആം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളത്. അപ്പോൾ ഇനിയും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഉള്ളൊരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇനിയും ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ പാകിസ്ഥാനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ടർക്കിയുടെയും ചൈനയുടെയും കൂടെ വലിയൊരു ആവശ്യമാണ്. ചൈനയെ നമുക്ക് മനസ്സിലാക്കാം, കാരണം ചൈനയുടെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പാകിസ്ഥാനുള്ളത് കൊണ്ട് ചൈനയ്ക്ക് പാകിസ്ഥാനെ പ്രൊട്ടക്റ്റ് ചെയ്തേ വരത്തുള്ളൂ. പക്ഷേ ടർക്കിക്ക് ഇങ്ങനൊരു നിലപാടുണ്ട്. കാരണം മുസ്ലിം രാജ്യങ്ങളിലെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവനായിട്ട് നിൽക്കുക, അതുകൊണ്ട് മാക്സിമം ഇസ്ലാമിക് ആയിട്ടുള്ള രാജ്യങ്ങളെ ടർക്കിയുടെ കൂടെ നിർത്തുക, സൗദിയെയും UAE-യെയും ഇറാനെയൊക്കെ വെട്ടി ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവനായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ടർക്കിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള എർദോഗാൻ്റെ ഉദ്ദേശം. പക്ഷേ അത് നടക്കത്തില്ല, അത് വേറെ കാര്യം. കുറെ കാലം ഇങ്ങനെ പോകും, അത് കഴിഞ്ഞ് ഇതിനകത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ
സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ടർക്കി നമുക്കിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടർക്കിയെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ മാക്സിമം ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് ടർക്കിയെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടതും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.